എറണാകുളം തൃക്കാക്കരയിൽ യുവാക്കൾക്ക് നടുറോഡിൽ ക്രൂരമർദ്ദനം. അപകടകരമായ ഡ്രൈവിംഗ് ചോദ്യം ചെയ്തതിനാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് ആരോപണം. മർദ്ദനത്തിന് പിന്നാലെ തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് വാഴക്കാല സ്വദേശി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ തൃക്കാക്കര എൻജിഒ ക്വാർട്ടേഴ്സിന് സമീപമായിരുന്നു ആക്രമണം. വിവാഹ ചടങ്ങിന്റെ ഭാഗമായി സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന 3 യുവാക്കൾക്ക് നേരെയാണ് നടുറോഡിൽ ക്രൂര ആക്രമണം നടന്നത്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തതിനും കാറിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ചുമായിരുന്നു മർദ്ദനം. കാറിലെത്തിയ സംഘം നടന്നു പോവുകയായിരുന്ന 3 യുവാക്കളെ വളഞ്ഞിട്ട് തല്ലിച്ചതയ്ക്കുകയും നിലത്തിട്ട് ക്രൂരമായി ചവിട്ടുകയും ചെയ്തു. പടമുകൾ ഒലിക്കുഴി സ്വദേശി മുഹമ്മദ് ഷാഫി, വാഴക്കാല സ്വദേശി പ്രവീൺ കുമാർ, നിസാം എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രവീൺ കുമാർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അതിക്രമത്തിനു ശേഷം സംഭവസ്ഥലത്ത് നിന്ന് കാറിൽ കടന്നുകളഞ്ഞ അക്രമി സംഘത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. സംഭവസ്ഥലത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. പുറത്തുവന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പ്രതികളെ തിരിച്ചറിയുന്നതിൽ നിർണായകമായി. കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം മീനച്ചിൽ സ്വദേശിയാണ് വാഹനത്തിന്റെ ഉടമയെന്ന് കണ്ടെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളിൽ നിന്ന് ലഭിച്ച നിർണായക സൂചനകളുടെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് കാക്കനാട് യുവാക്കളെ ആക്രമിച്ച പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞത്. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിന്റെ സഹായികളായ കളമശ്ശേരി സ്വദേശി ഷെഫീൻ, പൂക്കാട്ടുപടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി ബെന്നി എന്നിവരാണ് യുവാക്കളെ ക്രൂരമായി ആക്രമിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. പ്രതികൾക്കായുള്ള വല വിരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് മലയാളം, എറണാകുളം.